ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സൈഡിൽ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സെക്കൻഡ് പാർട്ട് വീഡിയോ ഓഫ് അവർ ജേർണി ഓൺ 163 ടു തിരുവനന്തപുരം സെൻട്രൽ മുംബൈ CSMT വീക്ക്ലി എക്സ്പ്രസ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടെന്നായിരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ മുതൽ തൃശ്ശൂർ വരെയുള്ള കണ്ടൻറ്റായിരുന്നു നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോന് റോ കണ്ടൻറ്റ് ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ അല്ലാണ്ട് കുറച്ച് ഡിഫറെൻറ്റ് ഒരു ഫോർമാറ്റാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടാവുന്നതായിരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ മുകളിൽ ഐ ബട്ടൻ്റെ കീഴിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു ദിസ് പാർട്ട് ഓഫ് വീഡിയോ. തൃശ്ശൂർ സ്റ്റേഷനിൽ വലിയ തിരക്കില്ലല്ലോ. ഫ്രണ്ടിലോട്ട് തിരക്കുണ്ട്. ഈ ട്രെയിനിന് 19 കോച്ചേ ഉള്ളൂ. ഇവിടം വരെ ഈ ട്രെയിനുള്ള തിരക്കുണ്ടാവുള്ളൂ. ഓപ്പോസിറ്റ് ലൈനിൽ ഇപ്പോൾ നമ്മുടെ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ കയറി വരേണ്ടതാണ്. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അത് വരും മിക്കവാറും. നമ്മളങ്ങനെ തൃശ്ശൂർ എത്തി. സമയം 10:05. നമ്മൾ ഏകദേശം അരമണിക്കൂറാണ്. ഇപ്പോൾ ലേറ്റാണ്. ഉടനെ പുറപ്പെട്ട് പോകുമായിരിക്കും. സ്റ്റാർട്ടർ ആയി, നമ്മൾ എടുക്കുകയായി. ഗുരുവായൂർ പാസഞ്ചർ ഇതുവരെ വന്ന് കയറിയിട്ടില്ല. മിക്കവാറും അത് പൊങ്ങുന്നത്തോലം കിടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ തൃശ്ശൂർ നമ്മൾ പുറപ്പെട്ടിരിക്കണം. ഇതാ കിടക്കുന്നു ഗുരുവായൂർ പാസഞ്ചർ. 22360 ഈ റോഡിൻ്റെ. ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ. ഇതിന് അത്യാവശ്യം തിരക്കുണ്ട് ഇന്ന്. ഞാൻ പണ്ട് എക്സ്പ്രസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോൾ കാര്യം വേണ്ടിയായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച് യാത്രക്കാരുണ്ട്. നമ്മൾ വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് ആ ബ്യൂട്ടിഫുൾ സ്ട്രെച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ പച്ചയുണ്ട് വന്ദേ ഭാരതിനുള്ള. ഇത് മഴക്കാലം അല്ലാഞ്ഞിട്ട് ഈ ഒരു സ്ട്രെച്ച് ബ്യൂട്ടിഫുള്ളാണെന്ന് മനസ്സിലായില്ലേ? നാച്ചുറൽ ബ്യൂട്ടിയാണത്. ഇവിടെ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് പുല്ല് മുളച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് ഒരു പച്ചപ്പ് കാണുന്നത്. നമ്മൾ ജസ്റ്റ് ഉത്രാളിക്കാവ് പാസ് ചെയ്യണം. ഉത്രാളിക്കാവ് ലെഫ്റ്റ് സൈഡിലാണ്. എനിക്ക് വന്ദേ ഭാരതിനെ പിടിക്കണം. വരുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ മുള്ളൂർക്കര കഴിഞ്ഞു. നമ്മുടെ വള്ളത്തോൾ നഗറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ അധികം താമസിച്ചത് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യണം.
നമ്മളങ്ങനെ ഹോം ടെറിട്ടറി വിട്ട് പുറത്തിറങ്ങാൻ പോവാണ്. ഹോം ടെറിട്ടറി എന്ന് പറയുന്നത് ഈ ട്രെയിനിൻ്റെ ഹോം ടെറിട്ടറി തിരുവനന്തപുരം ഡിവിഷൻ്റെ ട്രെയിനാണ്. നമ്മൾ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് പുറത്തിറങ്ങാറായി. ഈ ട്രെയിനിൻ്റെ ഒരു റണ്ണിങ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ഇത് സദേൺ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷനിൽ തുടങ്ങി പാലക്കാട് ഡിവിഷൻ, സേലം ഡിവിഷൻ, ചെന്നൈ ഡിവിഷൻ വഴി ഓടി, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബാംഗ്ലൂർ ഡിവിഷനിൽ കൂടെ ഓടി, സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഗുണ്ടക്കൽ ഡിവിഷൻ വഴി ഓടി, സെൻട്രൽ റെയിൽവേയുടെ സോലാപൂർ ഡിവിഷൻ, പൂനെ ഡിവിഷൻ, മുംബൈ ഡിവിഷൻ ചെന്ന് അവസാനിക്കും. അധികം താമസിയാതെ, അതായത് ഏപ്രിൽ മുതൽ മോസ്റ്റ്ലി ഇത് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ഗുണ്ടക്കൽ ഡിവിഷനും സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ സെക്കൻഡറാബാദ് ഡിവിഷൻ വഴി ഓടും. അപ്പോൾ സൗത്ത് കോസ്റ്റ് റെയിൽവേ ഏപ്രിൽ 1 നിലവിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം ഡിവിഷൻ്റെ അവസാനത്തെ സ്റ്റേഷനായ വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ത്രൂ കടന്നു പോകുന്നു തോന്നുന്നു, ഉറപ്പില്ല. മുന്നിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി പിടിച്ചു നിർത്തുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ ട്രെയിനിൻ്റെ ഹോം ഡിവിഷനായി തിരുവനന്തപുരം ഡിവിഷനോട് വിട പറയാനുള്ള സമയമായി. കഴിഞ്ഞ വേണം ഭാരതപ്പുഴയെ അറിയാമല്ലോ. ഭാരതപ്പുഴ പാലത്തിൻ്റെ കുറുകെയുള്ള പുതിയ പാലത്തിൻ്റെ വർക്ക് എന്തായാലും നമുക്കൊന്ന് നോക്കിയേക്കാം. പൈലിങ് ഇങ്ങനെ അറ്റത്തെത്തി. ഈ എൻഡിൽ വന്ന് പൈലിങ് നടക്കുകയാണിപ്പോൾ. ലാസ്റ്റ് പിയറിൻ്റെ ആയിരിക്കും ഇത്. അതിനിടയ്ക്കുള്ള അതിനിടയ്ക്കുള്ള പിയേഴ്സൊക്കെ വാർത്ത് കഴിഞ്ഞവർ. ഇവിടെ ഒരു പുഴ വീണ്ടും തുറന്നു വിട്ടിട്ടുണ്ട്. പുഴ ഫുൾ അടച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും തുറന്നു വിട്ടിട്ടുണ്ട് പുഴ. അപ്പുറത്തെ ഒരു പിയേഴ്സിൻ്റെ വാർപ്പ് കഴിഞ്ഞ് മുകളിൽ പിയർ ക്യാപ്പ് സ്റ്റേജിലോട്ട് വരാറായി അവർ. വർക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. വർക്ക് നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഒരു എന്താ പറയുക, ഈ കാലവർഷത്തിന് മുമ്പ് അവർ സ്ട്രക്ചർ ചെയ്ത് മിക്കവാറും മുകളിലോട്ടുള്ള സാധനം വയ്ക്കും. ഗേഡേഴ്സ് വെച്ചു തുടങ്ങും. കാര്യം ഇനി നമുക്കൊരു 2 മാസം സുഖമായിട്ട് പണി നടക്കും. പിന്നെ ഈ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മഴയെ പേടിക്കേണ്ട ആവശ്യമില്ല. മഴക്കാലത്തിന് മുമ്പ് ഒരു കോൺക്രീറ്റ് വർക്ക് തീർത്ത് ആ പുഴ പൂർവ്വസ്ഥിതിയാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. മാംഗ്ലൂർ ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന ലൈനാണിത്. ഇതിൻ്റെ ഡബിളിങ് ഉടനെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ഡബിളിംഗ് ഒക്കെ വേഗം തീർന്നു നോക്കുന്നത്. നമ്മൾ നേരെ എ ക്യാബിനിലേക്ക് എത്തുകയാണ്. ഇതാണ് എ ക്യാബിൻ. മാന്നന്നൂർ സ്റ്റേഷനാണ്. ഇവിടുത്തെ ചെറിയ ചെക്ക് ഡാം പോലെയുണ്ട് അപ്പുറത്ത്. ഭാരതപ്പുഴയാണ് പാരലായിട്ട് വരുന്നത്. ഞങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എത്ര വീഡിയോ കണ്ടിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാലത്തേക്ക് എത്തുകയാണ്.
ഈ വണ്ടിക്ക് ചറവറന്ന് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ കേരളത്തിൽ. ഒറ്റപ്പാലം കഴിഞ്ഞ പിന്നെ പാലക്കാടാണ്, അത് കഴിഞ്ഞാൽ കോയമ്പത്തൂർ. കോയമ്പത്തൂർ കഴിഞ്ഞാൽ പിന്നെ തിരുപ്പൂർ, ഈറോഡ്, സേലം. തിരുപ്പത്തൂർ ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല. ബംഗാർപേട്ട ഉണ്ടെന്ന് തോന്നുന്നു. കൃഷ്ണരാജപുരം ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ലൂപ്പ് ലൈനിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ശബരി ആയിരിക്കണം അത്. ഗോയിങ് ബൈ ടൈം. ഇറങ്ങി വരികയാണ് എന്തായാലും. ലാലഗുഡിയുടെ 37705 ആണല്ലോ അപ്പോൾ. സെക്കൻഡറാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ആണ്. ഇതിന് നമുക്കൊരു ട്രിപ്പ് അടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്തെത്തി. ഒറ്റപ്പാലത്തിന് AC കോച്ചിലോട്ട് ആരും കയറാനില്ല. സ്ലീപ്പർ കോച്ചിലോട്ടൊക്കെ അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട്. അപ്പം നമ്മളങ്ങനെ ഒറ്റപ്പാലത്തുനിന്ന് പുറപ്പെടുന്നു. ഇനിയിപ്പം ഉടനെ നമ്മൾ ചെന്നൈ എഗ്മോർ മാംഗ്ലൂർ എക്സ്പ്രസ്സിനെയും അതുപോലെ KSR ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരതിനെയും ക്രോസ് ചെയ്യും. പാലക്കാടിന് മുമ്പായിട്ട് തന്നെ. പാലക്കാട് കഴിഞ്ഞിട്ട് വല്ല ക്രോസിംഗ് ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്യും. സാധാരണ ഇതിൽ വാളയാറാണ്, പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം ലേറ്റാണ്. അതുകൊണ്ട് എന്താണ് അവസ്ഥ എന്നറിയില്ല. പാലക്കാട് സ്റ്റേഷനിൽ തന്നെ ഓവർടേക്ക് നടത്തുമോ അതോ പതിപോലെ വാളയാർ വരെ കൊണ്ടുപോകുന്നുള്ള അറിയില്ല. ഒറ്റപ്പാലം സ്റ്റേഷനിലെ അമൃത് ഭാരത് അപ്ഗ്രേഡ് കഴിഞ്ഞിട്ടില്ല ഇതുവരെ, പണി നടക്കുന്നുള്ളൂ. അടുത്ത ആഴ്ച നമ്മുടെ ഷൊർണൂരും അങ്ങനത്തെ കുറച്ച് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഷൊർണൂർ, കുറ്റിപ്പുറമൊക്കെ. ഷൊർണൂർ ഇന്നലെ അവരവിടെ ക്ലീനിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒറ്റപ്പാലം സ്റ്റേഷൻ കഴിഞ്ഞു. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ റേക്കായിരുന്നു. ഏതാ വണ്ടി എന്നറിയില്ല. എല്ലാ പ്രാവശ്യവും മിസ്സാവാത്തൊരു കാഴ്ചയാണ് ഈ ചെക്ക് ഡാമും ഈ പ്രതിമയും. ഇതൊരു സമാധിയാണ്. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാടോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പറളി കഴിഞ്ഞ് പാലക്കാട് മുമ്പുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ബ്ലോക്ക് സിഗ്നൽ ജസ്റ്റ് പാസ് ചെയ്തു. ഇവിടുന്ന് എവിടുന്നുമാണ് നമ്മുടെ പാലക്കാട് ടൗണുകൾ ബൈപ്പാസ് ലൈൻ വരാൻ പോകുന്നത്. പറളി പാലക്കാട് ടൗൺ ബൈപ്പാസ് ലൈൻ എന്ന് പറയുന്നത്. പറളി സ്റ്റേഷനിൽ ടേക്ക് ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല, കുറച്ചും കൂടി ഇപ്പുറത്തോട്ട് മാറി ഇവിടുന്ന് വല്ലതായിരിക്കും ടേക്ക് ഓഫ് ചെയ്യുന്നത്. എക്സാക്ട് ലൊക്കേഷൻ അറിയില്ല. അതിപ്പോൾ DPR അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ കാണാമല്ലോ. വണ്ടി വരുന്നല്ലോ. KSR ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു. ഈ ട്രെയിനൊക്കെ 16 കാറെങ്കിലും ആക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞു. ഇപ്പോഴും 8 കാർ വെച്ച് ഓടുന്നു. നല്ല തിരക്കുണ്ട് വണ്ടിക്ക്. എനിക്കൊന്നും പക്ഷേ KSR ബാംഗ്ലൂരിൽ അവർക്ക് മെയിൻ്റനൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പിറ്റ് ലൈൻ ഫുള്ളി ഇലക്ട്രിഫൈഡ് അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷേ റെയിൽവേസിന് റവന്യൂ കിട്ടുന്ന കാര്യം ഇപ്പോൾ സമ്മർ വെക്കേഷനാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ 16 കാർ ആക്കി കഴിഞ്ഞാൽ റെയിൽവേസിന് നല്ല റവന്യൂ കിട്ടും.
ഇതാണ് പാലക്കാട് ടൗണിൽ നിന്ന് വരുന്ന ലൈന്, അതായത് പൊള്ളാച്ചി സൈഡിൽ നിന്ന് വരുന്ന ലൈന്, പൊള്ളാച്ചി പാലക്കാട് ജംഗ്ഷൻ ലൈന്. പൊള്ളാച്ചി പാലക്കാട് ജംഗ്ഷൻ റൂട്ടിലൊരു മെമു ഇപ്പോൾ റീസെൻ്റ്ലി അപ്രൂവ് ആയിട്ടുണ്ട്, ഉടനെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. അത് ടൈമിങ്സ് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം 5ലേക്ക് കയറ്റാൻ സാധ്യതയുണ്ട്. അതാവുമ്പോൾ ഇൻ്റർസിറ്റിക്ക് ഇവിടെ തന്നെ ഓവർടേക്ക് ചെയ്ത് പോവാം, അറിയില്ല. മീൻവെൽ ആ കിടക്കുന്ന 16159 ആണെന്ന് തോന്നുന്നു. 16159 ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അതെ, നമ്മൾ പ്ലാറ്റ്ഫോം 5ലോട്ട് പോവുക. അപ്പോൾ ഇൻ്റർസിറ്റി നമ്മൾ ഇവിടെ തന്നെ ഇട്ട് ഓവർടേക്ക് ചെയ്യും. 39191 റോയപ്പുറത്തിന് ലോക്കോണം. ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ്. ഇതിനും LHB സാങ്ഷൻ ആയിട്ടുണ്ട്. LHB കോച്ചുകൾ ഇറങ്ങി തുടങ്ങി ഇതിനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതിന് കുറച്ച് അൺറിസർവ്ഡ് non-AC ചെയർ, അൺറിസർവ്ഡ് റിസർവ്ഡ് ചെയർ കാർ കോച്ചസ് ഉണ്ട്. അതിന് മറ്റേ പുതിയ നീല കോച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഇവിടെ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും. എന്നാലും വാളയാർ വെച്ചായിരുന്നെങ്കിൽ ഒരു റണ്ണിങ് ഓവർടേക്ക് കിട്ടിയാണ്. അതിൻ്റെ ഒരു സുഖം സ്റ്റേഷനറി ഓവർടേക്കിന് കിട്ടില്ല. അപ്പം നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 11:36. അതുകൊണ്ട് ഇവിടെ വെച്ച് ഓവർടേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 5 കൊണ്ടുവന്ന് കയറ്റിയവർ. എന്നിട്ട് ഇൻ്റർസിറ്റി പ്ലാറ്റ്ഫോം നമ്പർ 4 വഴിയും കയറ്റി വിടാൻ പോവാണ്. ഇൻ്റർസിറ്റി നമ്മളിവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യും. അപ്പോൾ ഇൻ്റർസിറ്റി എക്സ്പ്രസ് അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 6ലേക്ക് കയറി വരുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് കയറി വരുന്നുണ്ട്. ഇത് നമ്മൾ റിവേഴ്സ് ഓവർടേക്ക് ചെയ്യും. അതായത് ഇത് രാത്രി 9:30 ആയിട്ട് ബാംഗ്ലൂർ എത്തുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 7-7:30 നമ്മൾ ബാംഗ്ലൂർ പാസ് ചെയ്യും. കാര്യം നമ്മൾ സ്പീഡ് ബെറ്റർ ആയിട്ടുള്ള റൂട്ടിലാണ്. പിന്നെ യാതൊരു കാര്യമായിട്ട് വണ്ടികളൊന്നുമില്ല കേട്ടോ. ഒരു ട്വിൻ DG4 കിടക്കുന്നുണ്ട്, GOC സെറ്റിൻ്റെ. ഇവിടെ വിജയവാഡ 38172 കിടക്കുന്നുണ്ട്, ഒരു BCN റൈക്കോ ആയിട്ട്. പിന്നെ അങ്ങേയറ്റത്ത് ട്വിൻസ് കിടക്കുന്ന കാണാം, വേറൊന്നും കാണാനില്ല. യാർഡും മോറുള്ള സ്കാലിയാണെന്ന്. നമ്മുടെ ട്രെയിനിൻ്റെ വാട്ടറിങ് നടക്കുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് പൈസൊക്കെ ഡിസ്കണക്ട് ചെയ്തു. മീൻവെൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വിട്ടുപോയി. ഞാനൊരു ബ്ലോക്ക് ക്ലിയർ ചെയ്താലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അരക്കോണത്തിന് വാപ്പോ 2288 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് വരുന്നത്. ഇത് A ലൈൻ വഴി പോകുന്ന ട്രെയിനാണ് സാധാരണഗതിയിൽ. അപ്പോൾ മിക്കവാറും ഇത് നമുക്ക് മുന്നേ പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ഇതുവരെ സ്റ്റാർട്ടർ ആയിട്ടില്ല. എന്തായാലും നമ്മളെ തന്നെ ആദ്യം ക്ലിയർ ചെയ്തു. 11:59, 12 മണി ഓൾമോസ്റ്റ്. ഈ കാണുന്നതാണ് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്. സാധാരണ ഇത് A ലൈൻ വഴി പോകുന്ന ട്രെയിനാണ്. ഇതിന് പാരലലി ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ട്.
അറ്റത്ത് കിടക്കുന്നത് ഇതാണ് പാലക്കാട് ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ്, നമ്മുടെ ഇതുവഴി പോകുന്ന ദിണ്ടുകൽ വഴി പോകുന്ന. അതിൻ്റെ എൻഡ് ടു എൻഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടിക്ക് ഇപ്പോൾ കൊല്ലങ്കോട് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കൊല്ലങ്കോട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ നമ്മൾ പുറത്തോട്ടിറങ്ങി. എ ലൈനാണോ ബി ലൈനാണോ ഒരു പിടിയില്ല. ഒരു പ്രാവശ്യങ്ങളൊന്ന് എ ലൈൻ വഴി ഇവിടുന്ന് അങ്ങോട്ട് പകൽ വെളിച്ചത്തിൽ പോകണമെന്നുണ്ട്. രാത്രി ഞാൻ പോയിട്ടൊന്നിരിക്കുക. പകൽ വെളിച്ചത്തിൽ ഒരിക്കൽ പോകണം ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഒരു ടാമ്പിംഗ് മെഷീനാണത്. ഇത് ചൈനീസ് കമ്പനി CRRC മാനുഫാക്ചറിംഗ് മെഷീനാണ്. ബാക്ക്ഗ്രൗണ്ടിലാണ് പാലക്കാട് മെമ്മു ഷെഡ്. ഇതാണ് ടിപ്പിക്കൽ പാലക്കാടൻ സൗന്ദര്യം. പുറകിൽ ചെറിയ മലകളും ഫ്രണ്ടിൽ നെൽപ്പാടങ്ങളും ഇടയ്ക്ക് തെങ്ങും ഇതൊക്കെയായിട്ടൊരു പ്രത്യേകതരം സൗന്ദര്യമാണ് പാലക്കാടൻ സൗന്ദര്യം എന്ന് പറയുന്നത്. നമുക്ക് നെൽപ്പാടങ്ങൾ കുട്ടനാട്ടിൽ കാണാം, പക്ഷേ കുട്ടനാട്ടിൽ തന്നെ ഇടയ്ക്ക് തെങ്ങുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ റെയറാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇടയ്ക്ക് തെങ്ങും എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു തരം കൃഷിയാണ് ഇവിടെ. കോട്ടക്കാട് പാലമാണ് വരുന്നത്. കോട്ടക്കാട് പാലം പഴയ പാലം, നല്ല ഭംഗിയുള്ള ഒരു ആർച്ച് ബ്രിഡ്ജാണ്. പഴയ പാലം നല്ല റൈറ്റ് സൈഡിലുള്ള പാലമാണ് പഴയ പാലം. ഇത് കണ്ട് നല്ലൊരു ആർച്ച് ബ്രിഡ്ജാണിത്. ഇത് റോഡിൽ നിന്ന് കാണാൻ നല്ല ഭംഗി. അവിടെ റോഡുണ്ട്, ആ റോഡിൽ നിന്ന് കാണാൻ അടിപൊളിയത്. ആ റോഡിൽ നിന്ന് കാണാൻ സൂപ്പറാണത്. നമ്മൾ ജസ്റ്റ് കഞ്ഞിക്കോട് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ ബി ലൈനിലോട്ട് കയറി. നല്ല ചൂട് ഇവിടെ, നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട്, അസാധ്യ ചൂട് ഇവിടെ. ഇത്രയും ചൂട് ഇതിനു മുമ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാ പ്രാവശ്യം അപ്പുറത്തെ സൈഡിലാണ് കാണുന്നത്. ഇതാണ് നമ്മളെല്ലാ പ്രാവശ്യവും കാണുന്ന വിഷ്വൽ. മഴക്കാലമാണെങ്കിൽ ഇവിടെ വേറെ ലെവലാണ്. അടിപൊളി. നമ്മൾ ജസ്റ്റ് ഏകദേശം വാളയാർ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഒരു നാട്ടാനെ കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കുന്നുണ്ട് അവിടെ. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ചൂടായി. തമിഴ്നാട്ടിലോട്ട് വരുമ്പോഴും അതിഭയങ്കര ചൂടായിരിക്കും. നമ്മളങ്ങ് ആന്ധ്രയിലെ കൂടെ ഒക്കെ നാളെ ഓടുമ്പോൾ നല്ല അവസ്ഥയായിരിക്കും. മഹാരാഷ്ട്ര
മഹാരാഷ്ട്രയിലും ഹോട്ട് അലേർട്ടാണ്, ഹീറ്റ് വേവ് അലേർട്ടുണ്ട്. നമ്മളങ്ങനെ വാളയാർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് എ ലൈന്. അവിടെ നിന്ന് വന്ന് നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്യും. ഇതാണ് വാളയാർ സ്റ്റേഷൻ. സ്റ്റേഷൻ കഴിഞ്ഞാണ് എ ലൈൻ വീണ്ടും മറ്റൊരു വഴിക്ക് അങ്ങ് പോകും. വാളയാർ സ്റ്റേഷനിലും ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്, കണ്ടോ. ഇതൊക്കെ ഇവിടെ മറ്റേ കണ്ണൂർ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്സിന്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് എ ലൈൻ വീണ്ടും ആ വഴിക്ക് പോകും. നമ്മൾ ലെഫ്റ്റിലേക്കും പോകും. നമ്മളിപ്പോൾ ജസ്റ്റ് വാളയാർ കഴിഞ്ഞ് പതിയും താമസിച്ചാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും. അല്പം മുമ്പിലായിട്ടാണ് തമിഴ്നാട് ബോർഡർ വരുന്നത്. ഇതാണ് ഫോറസ്റ്റ്, ഇതാണ് ബോർഡർ ബ്രിഡ്ജ്. ഈ പാലം കടന്നുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. ഇനി അവിടെ കാടിൻ്റെ ഛായ മരം കണ്ടോ. ഇനി ഇവിടെ തോപ്പുകളും അതായത് ഫാംസ് തുടങ്ങുക. ഇവിടെ ഇത്രയും നേരം കാട് തന്നെയാണ്, പ്രോപ്പർ കാടായിരുന്നു. ഈ അങ്ങോട്ട് ഫാമുകളുണ്ട്. ഇതിനിടയ്ക്കും ഫോറസ്റ്റുകാരുടെ ഒബ്സർവേഷൻ സ്റ്റേഷനും അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എട്ടിമഴി സ്റ്റേഷനിലേക്ക് എത്തണം. ആണ് സ്റ്റേഷൻ ബിൽഡിങ്. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസൊക്കെ ഉണ്ട്. പുതിയ അറിവാട്ടോ എനിക്ക്. റൈറ്റ് സൈഡിലൊരു വാപ്സൺ ഹോളിൽ ട്രെയിൻ ഉണ്ട്, പട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ പാലക്കാട് നിൽക്കുമ്പോൾ ഈ ട്രെയിനെ പറ്റി അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ലാലാഗുഡ ഷെഡിൻ്റെ 3740. അപ്പോൾ നമ്മളങ്ങനെ ഘാട്ട് സെക്ഷൻ കഴിഞ്ഞ് മധുക്കരൈ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു ഗുഡ്സ് അൺലോഡിങ്ങിനുള്ള ഫെസിലിറ്റിയാണ് ഈ കാണുന്നത്. ഗുഡ്സ് അൺലോഡിങ്ങിന് മറ്റുള്ള ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇതാണ് മധുക്കരൈ സ്റ്റേഷൻ. വീഡിയോ അപ്പോൾ നമ്മൾ
ഇവിടെ വെച്ച് പാലക്കാട് ഡിവിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. പാലക്കാട് ഡിവിഷനിൽ നിന്ന് എക്സിറ്റ് നമ്മൾ സേലം ഡിവിഷനിലേക്ക് കയറണം. മുകളിൽ കൂടെ ഒരു ലൈൻ വരുന്നത് കാണാം. അത് ഇവിടെ നിന്ന് വരുന്ന ലൈനാണ്. പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന കോയമ്പത്തൂർ ലൈനാണ്. അന്ന് കേരള എക്സ്പ്രസ് വരുന്നത് കാണാം. (3032) റോയപ്പുറത്തിൻ്റെ കേരള എക്സ്പ്രസ്സിൽ നിന്നും ഒരു ലോങ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ എന്താ പറയുന്നത് നമ്മളോട് സഹകരിക്കണം. പൊള്ളാച്ചി എന്നുള്ള ലൈൻ ആ പാലം ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ മെയിൻ ലൈനോട് മാറ്റിയാണ് ഇറങ്ങി വരുന്നതാണ്. അത് നമ്മൾ ജസ്റ്റ് സ്റ്റേഷനിലോട്ട് കയറാൻ വേണ്ടി ലൂപ്പിലോട്ട് കിടക്കുന്നു. എക്സ്ട്രീം ലെഫ്റ്റ് ലൂപ്പ് റോഡ് 1 ആണ് എൻ്റെ അറിവിൽ, പ്ലാറ്റ്ഫോം 1 വരുന്നത്. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം 2ലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു ICF റേക്ക് സ്റ്റേബിൾ ചെയ്യുന്നുണ്ട്. നല്ല സ്പെഷ്യൽ ഓടിയ റേക്കായിരിക്കും. ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ധൻബാദിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ നിലവിൽ ഓടുന്നുണ്ട്. ആ സ്പെഷ്യൽ ട്രെയിൻ ആണെന്ന് തോന്നുന്നു അവർ അമൃത് ഭാരത് എക്സ്പ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഉടനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് പോത്തന്നൂർ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പോത്തന്നൂർ ധൻബാദായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പോത്തന്നൂർ ഇതുവരെ മെയിൻ്റനൻസ് ഫെസിലിറ്റി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ തൽക്കാലം കോയമ്പത്തൂർ മെയിൻ്റനൻസിന് പോയിരിക്കും. അത് പ്ലാറ്റ്ഫോം 2 തന്നെയാണ് നമ്മളെത്തുന്നത്. അങ്ങനെ പോത്തന്നൂർ ജംഗ്ഷനിലേക്ക് എത്തി. ഇനി കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് എൻ്റെ അറിവിൽ നമ്മൾ മറ്റേ ഇതിനും കൂടി ക്രോസ് ചെയ്യും, നമ്മുടെ ബാംഗ്ലൂർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി, ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റി. ചെമ്മുഴിയുടെ റേക്കാണ് കിടക്കുന്നത്. ചെമ്മുഴി എക്സ്പ്രസിൻ്റെ റേക്കാണ് ഇവിടെ സ്റ്റേബിൾ ചെയ്തിരിക്കുന്നത്. ട്രെയിനൊക്കെ സത്യം പറഞ്ഞാൽ കോയമ്പത്തൂർ കയറ്റേണ്ട ആവശ്യമില്ല, ബൈപ്പാസ് വഴി വിട്ടാൽ മതി. കാര്യം ഇതിന് മുന്നിൽ ഇൻ്റർസിറ്റി ഉണ്ട്, പാസഞ്ചർ ഉണ്ട്, കുറേ വണ്ടികളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോത്തന്നൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. കാരണം പഴയ ഷെൽട്ടർ ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. അവിടെ ഒന്ന് നിൽക്കാനുള്ള പോത്തന്നൂർ സന്ധിപ്പിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങി. വീണ്ടും വളരെ പെട്ടെന്ന് നിർത്തിയെടുത്തു അത്ര ഉണ്ടാകുന്നത്. ചെമ്മുഴിയുടെ റേക്കിൻ്റെ കൂടി 22776 അരക്കോണത്തിന് ലോക്കുണ്ട്. ഫ്രഷ്ലി പെയിൻറ്റഡാണ്. അങ്ങനെ പോത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കോയമ്പത്തൂർ ഭാഗത്തോട്ട് പ്രൊസീഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൈൻ ഇത് കോയമ്പത്തൂരിലേക്കുള്ള മെയിൻ ലൈനാണ്. ഇപ്പോൾ നമുക്ക് നേരെ വിട്ടടിച്ച് അങ്ങ് പോവാം. ഈ പോയിൻ്റൊന്നും കിടക്കാനില്ല. നെയ്യാൽ നദി എത്തി. നദി എന്നൊന്നും പറയാനില്ല, ഒരു പുഴ. നമ്മൾ കോയമ്പത്തൂർ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു. ആ നേരെ പോകുന്ന ലൈനാണ് ബൈപ്പാസ് ലൈൻ. അത് നേരെ ഇരുകൂർ പോയി കയറും. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ കൻ്റോൺമെൻറ്റ് എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ്.
ലെഫ്റ്റ് സൈഡിൽ വേറൊരു വാപ്സൺ കണ്ടോ, അത് ഷണ്ടിങ് ആണ്. ഷണ്ടിങ് ലൈനിലാണ് ട്രെയിൻ കയറി നിൽക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ ഇത് മിക്കവാറും ഇന്ന് ഹിസാർ എക്സ്പ്രസിൻ്റെ റേക്കായിരിക്കും. ഇതാണ് കോയമ്പത്തൂരിൻ്റെ ഷണ്ടിങ് നെക്ക്. ഈ ആടിൽ നിന്ന് ഷണ്ടിങ് നെക്കിലേക്ക് കയറ്റിയിട്ടാണ് പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുക. ഹൈ റൈസ് പാൻറ്റുള്ള ലോക്ക് വേണം, ഭഗത് കി കുട്ടിയുടെ ഒരു ലോക്ക് വേണം. 37489 വാപ്പ് 7. അത് തന്നെ കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ്. എനിക്ക് എൻഡ് ടു എൻഡ് പോകണമെന്ന് ആഗ്രഹമുള്ള മറ്റൊരു ട്രെയിനാണിത്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഷൊർണൂർ മുതൽ ജോധ്പൂർ വരെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു എൻഡ് ടു എൻഡ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ വണ്ടിയിൽ. ലാസ്റ്റ് ടൈം പോയപ്പോൾ AC 3 ടയറിലാണ്. ഇനി പോകുമ്പോൾ സെക്കൻഡ് AC-ലോ ഫസ്റ്റ് AC-ലോ എല്ലാം പോകണം. നല്ല തിരക്കുള്ള വണ്ടിയാണ്. ഇതിന് ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു യുദ്ധം തന്നെയാണ്. എന്താ പറയുന്നത്, മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ നോക്കിയാൽ പലപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റ് ആവുന്നൊരു വണ്ടിയാണിത്. കാര്യം കോയമ്പത്തൂർ നല്ലൊരു രാജസ്ഥാനി സമൂഹമുണ്ട് കോയമ്പത്തൂരിൽ. ഇപ്പോൾ ഈ രാജസ്ഥാനിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെയുള്ള ഈസി വണ്ടികൾ, ഏക വണ്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന്. പലവരും കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂർ വന്നിട്ട് നമ്മുടെ ശ്രീഗംഗാനഗർ എക്സ്പ്രസ്സിന് പോകാറുണ്ട്. അതും ഇന്ന് രാത്രിയാണ്, ശനിയാഴ്ച രാത്രി തന്നെ. അത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ AC വണ്ടി കേട്ടോ. മിക്കവാറും നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറി കഴിഞ്ഞിട്ട് അവൻ അനങ്ങുള്ളൂ വിടുന്നത്. അതുവരെ മിക്കവാറും ഇവിടെ കിടക്കുമായിരിക്കും. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറുകയാണ്. പ്ലാറ്റ്ഫോം 3ലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. പ്ലാറ്റ്ഫോം 3ലേക്ക് കയറിയിരിക്കുന്നത്. പ്ലാറ്റ്ഫോം 3യിലാണ് മാറ്റിയിരിക്കുന്നത്. അതിന് വേണ്ടി സാറിന് 4ലാണ് വേണ്ടിയിട്ടുള്ളത്. ഞാൻ 3 കയറിയത്. പ്രത്യേകിച്ച് വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ സമയത്ത്. അങ്ങേ അറ്റത്ത് കിടക്കുന്നത് ഷൊർണൂർ പാസഞ്ചറാണ്, കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചർ. വൈകുന്നേരം ഇവിടുന്ന് പോകും. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. മണി 1:12 വണ്ടി നിന്നപ്പോൾ. ഇത് നല്ലോണം ആൾ കയറാണ് കേട്ടോ. ഇത് മിക്കവാറൊക്കെ ലോങ് ടിക്കറ്റ്സ് തന്നെ ആയിരിക്കും. കേരളത്തിൽ നിന്ന് കയറി മിക്കവാറൊക്കെ ഷോർട്ടാണ്. കുറേ പുനെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മീൻവേൽ എൻ്റെ ലഞ്ച് വന്നിട്ടുണ്ട്. നമുക്കെന്താ പിന്നെ ലഞ്ച് പതുക്കെ കഴിച്ചേക്കാം. അപ്പോൾ കോയമ്പത്തൂർ വിട്ട് അടുത്ത ക്രോസിങ് ആകുമ്പോഴേക്കും പ്രോബ്ലം നമുക്ക് ഡോറിലേക്ക് പോകാൻ പറ്റും. അടുത്ത ക്രോസിങ് എനിക്ക് തോന്നുന്നു കോവ എക്സ്പ്രസ് എന്ന് തോന്നുന്നു. അതിവിടെ 2 മണിക്കാണ് എത്തേണ്ടത്. ഇപ്പോൾ മണി 1:16 ആണ്. ലഞ്ച് ചപ്പാത്തി ഒന്നുമില്ല, ചോറ് മാത്രമേ ഉള്ളൂ. മതി. എന്നാൽ പിന്നെ പതുക്കെ ഞാനിത് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിച്ച് തിരിച്ച് ഡോറിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ ഏകദേശം കോയമ്പത്തൂർ നോർത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന യാർഡ് ഫുള്ള് പറിച്ചെടുത്ത് കളഞ്ഞു. അവിടെ പുതിയ സെറ്റ് ഓഫ് ട്രാക്സ് ചെയ്യുക. അവിടെ ഒരു പുതിയ ടെർമിനൽ പ്ലാറ്റ്ഫോം വരും എന്നാണ് പറയുന്നത്, മെമു ഓപ്പറേറ്റ് ചെയ്യാനുള്ള. ഒരു അമൃത് ഭാരത്തിലേക്ക് കോയമ്പത്തൂർ ഉണ്ടാവണമായിരുന്നു. അത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനി യാർഡിനകത്തായിരുന്നു എന്നറിയില്ല. കഴിക്കാൻ വരുന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കാനും പറ്റില്ല. അങ്ങനെ കോയമ്പത്തൂർ നോർത്ത് കഴിഞ്ഞു.
സംഗനൂർ പള്ളം കിടക്കുന്നു. ഇവിടെ ഇപ്പോഴും പണ്ടത്തെ പോലെ കല്ലുകുത്തുകാരുണ്ട്. പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഈ വഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ കല്ലുകുത്തുകാരുണ്ടായിരുന്നു. ഇപ്പോഴും അവരിവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പീലമ്മയുടെ ഭാഗത്തേക്ക് പുരോഗമിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ മിക്കവാറും ഇരുകൂറിനെ കടത്ത് വെച്ച് നമുക്ക് ക്രോസിംഗ് ഉണ്ടാവും. എക്സ്പ്രസ്സിന് വാപ്പ് 4 ഇതെന്ത് പറയുക, ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോത്തന്നൂരിൽ നിന്ന് കണ്ട ബൈപ്പാസ് ലൈനാണിത്. പോത്തന്നൂർ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു. നമ്മൾ ഈ ലൈൻ വഴി 2 പ്രാവശ്യം ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പകൽ വെളിച്ചത്തിൽ. ഒരെണ്ണം നമ്മുടെ ടാറ്റാനഗർ എക്സ്പ്രസ്സാണ്, എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്. അതിൻ്റെ വീഡിയോ കണ്ടു. ഇതാണ് ഇരുകൂർ സ്റ്റേഷൻ. നമ്മൾ അധികം താമസിച്ചത് കോയമ്പത്തൂർ ശതാബ്ദിയും ക്രോസ് ചെയ്യും. BTPനും BTFLനും ബ്രേക്സാണിത്. അപ്പോൾ അതായിരുന്നു കോയമ്പത്തൂർ ശതാബ്ദി. ഇനി കുറച്ച് നേരത്തേക്ക് വണ്ടിയൊന്നുമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് തിരുപ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോറിലേക്ക് പോകുന്നില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. നാറ്റം കൊണ്ട് മാത്രം തിരിച്ചറിയാൻ പറ്റുന്നൊരു വണ്ടിയായിരുന്നു ഇപ്പോൾ പോയത്. അതെ, ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്. ഭയങ്കര തന്നെ. ഉത്തുപുളി സ്റ്റേഷനിൽ ഒരു ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഉണന്ന് ഡോറിലേക്ക് വന്നു. നമ്മുടെ സേലത്താണ്. ഞാൻ തിരുപ്പൂർ കഴിഞ്ഞ് ഉത്തുപുളി കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നതാണ്. ഈറോഡ് എത്തിയത് അറിഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ എത്തില്ല, ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് സേലം സ്റ്റേഷനിലേക്ക് എത്തി. റൈറ്റ് സൈഡിൽ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ലൈന് നാമക്കലിൽ നിന്ന് വരുന്ന ലൈനാണ്. ലൈനൊന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ സേലം സ്റ്റേഷനോട് വലിയ ദൂരമൊന്നും ഇനി ബാക്കിയില്ല. ഞാനിപ്പോൾ വേറെ സ്മെട്രയിൽ നോക്കിയപ്പോൾ അതിനകത്തൊരു ഇത് കണ്ടത്, നമ്മൾ ധൻബാദ് എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്തു.
എവിടെ വെച്ചാണ് ഓവർടേക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ധൻബാദ് എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്തതായിട്ടാണ് വേറെ ട്രെയിൻ പറയുന്നത്. നമ്മുടെ ഇതേ സ്ലോട്ടിൽ ഓടുന്ന നാഗർകോയിൽ മുംബൈ CSMT എക്സ്പ്രസ് ഈ ലൈൻ വഴിയാണ് വരുന്നത്. നാഗർകോയിലിൽ നിന്നും മധുരൈ വന്നിട്ട് മധുരയിൽ നിന്ന് കരൂർ, നാമക്കൽ, അങ്ങനെ വന്ന് സേലം വന്ന് കയറും. ഈ 2 ട്രെയിനുകളും കോമൺ ആയിട്ട് പിന്നെ തിരുപ്പത്തൂർ വരെ ഒരേ സ്ലോട്ടിലോടും. അവൻ എന്നിട്ട് മറ്റേ ട്രെയിനിൽ തിരുപ്പത്തൂർ നേരെ ടുവേർഡ്സ് കാട്ട്പാടി പോയിട്ട് അവിടെ നിന്ന് അവൻ ചിറ്റൂരിലേക്ക് പോകും. ഈ കാണുന്ന ലൈന് ബിരുദാചലത്തു നിന്ന് വരുന്ന ലൈനാണ്, അകത്തെ ഏറ്റവും അകത്തുള്ള ലൈന്. ബിരുദാചലം ലൈൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യകാലത്ത് ചെയ്തൊരു വീഡിയോ ആണത്. ഗോൾഡ് ട്രക്കിൻ്റെ 70457 നാമക്കൽ ലൈനിലോട്ട് കയറണം. നമ്മളങ്ങനെ സേലം ജംഗ്ഷനിലേക്ക് കയറുന്നു. ഇവിടെയുള്ള സേലം ചെന്നൈ സൂപ്പർഫാസ്റ്റ് ഇപ്പോൾ LHB ആയിട്ടുണ്ട്. സെൻട്രൽ റെയിൽവേ ട്രെയിനാണ്. ഇപ്പോൾ LHB ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈറോഡിൻ്റെ 39478 ആണ് ഇപ്പം ഇന്നത്തെ ലോകം. 39478 നമ്മൾ ഇന്നലെ എവിടെയോ കണ്ടായിരുന്നല്ലോ. നമ്മളങ്ങനെ സേലം ജംഗ്ഷനിലേക്ക് തിരിയണം. അവിടെ ഒരു വാപ്പൺ ഹൗളിൽ ട്രെയിൻ കിടക്കുന്നുണ്ട്. 22020 ഏതോ പാസഞ്ചറാണ്. അപ്പം നമ്മളങ്ങനെ സേലം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പം 4:13. വണ്ടി ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് ലേറ്റാണ്. എൻ്റെ ഒരു ഫുഡ് ഓർഡർ വരാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സേലം കഴിഞ്ഞ് പോകൊണ്ടിരിക്കുക. 4 ലോക്കൽസ് മാത്രം ഷെഡിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. മലകളൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയില്ല. മലകളും അതിൻ്റെ ഫ്രണ്ട് ഉണങ്ങി നിൽക്കുന്ന മരങ്ങളും. അപ്പം തികച്ചും അപ്രത്യക്ഷമായിട്ട് കയറിങ് വന്നു. ഇത് മധുരൈ വന്ദേ ഭാരത്, ബാംഗ്ലൂർ മധുരൈ വന്ദേ ഭാരത്. ഡാനിഷ്പേട്ടൈ. ഇവിടെ നമ്മളാണ് ഘാട്ട് തുടങ്ങുന്നത്.
ഗാർഡ് സെക്ഷനിൽ കഴിഞ്ഞെന്നുണ്ടെങ്കിലും അപ്പ് ലൈൻ ഡൗൺ ലൈൻ അലൈൻമെൻറ്റ് ചെറിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ കണ്ട് അവിടെ അപ്പ് ലൈൻ ദൂരെ കൂടെ പോകുന്ന കാണാം. അതൊരു ട്രെയിൻ പോകുന്നു. അത് ഓഖ തൂത്തുക്കുടി വിവേക് എക്സ്പ്രസ് ആണത്. ബൊമ്മിടി സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. സ്റ്റേഷനിൽ റൺ ത്രൂ ആണ്. ആദ്യം താമസിച്ചാൽ നമ്മൾ കോയമ്പത്തൂർക്കുള്ള വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യും. ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത്. വരുന്നുണ്ട് ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ന് നമ്മൾ ക്രോസ് ചെയ്ത 4ാമത്തെ വന്ദേ ഭാരത, അതിൽ ആദ്യത്തെ വൈറ്റ് വന്ദേ ഭാരത. നമ്മളങ്ങനെ അടിച്ച് പറത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവിടെ ഒരു സ്ഥലത്ത് ഒരു സ്ലോ ഡൗൺ കിട്ടുന്നതല്ലാണ്ട് കുറേ നേരം സ്ലോ ഡൗൺ ഒന്നുമില്ല, പറത്തിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഏകദേശം തിരുപ്പത്തൂർ എത്താറായി. തിരുപ്പത്തൂരിനൊരു 10 കിലോമീറ്റർ ഇപ്പുറത്താണ്. അപ്പോൾ ഇത് മംഗലാപുരത്തേക്കുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ്. തിരുപ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് ഫ്ലാഗ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ദേശീയ പതാക. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും ട്രെയിൻ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നാൽ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഫ്രൈറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഒന്നുമില്ല, നമുക്ക് ആ പ്ലാറ്റ്ഫോം എൻട്രി കണ്ടേക്കാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ, അതായത് 16315 മൈസൂർ നമ്മൾ തൃശ്ശൂരേക്ക് പോയ വീഡിയോയിൽ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിലായിരുന്നു വന്ന്. പ്ലാറ്റ്ഫോം നമ്പർ 2 ആണിത്. അപ്പം നമ്മളങ്ങനെ തിരുപ്പത്തൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒത്തിരി പേര് കയറാണ്ട്. എനിക്കൊന്ന് ബാംഗ്ലൂർ ടിക്കറ്റുകളാണ് തോന്നുന്നു കൂടുതലും. സമയം ഇപ്പോൾ 5:36. നമ്മളിപ്പോൾ അങ്ങനെ തിരുപ്പത്തൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്.
നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് കയറി നമ്മൾ ബാംഗ്ലൂർ ബൈപ്പാസ് ലൈൻ വഴിയും കയറി ജോലാർപേട്ട ബൈപ്പാസ് ലൈൻ വഴി ബാംഗ്ലൂർക്ക് അങ്ങ് പോകും. അവിടെയായിട്ടായിരുന്നു മെയിൻ സ്റ്റേഷൻ ബിൽഡിങ്. പ്ലാറ്റ്ഫോം നമ്പർ 1 സ്റ്റേഷൻ ബിൽഡിംഗ് കുറച്ച് പൊക്കത്തിലാണ്, ഒരു നില പൊക്കത്തിലാണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഇരിക്കുന്നത്. അവിടെയായിട്ടാണത്. അപ്പോൾ അങ്ങനെ തിരുപ്പത്തൂർ സ്റ്റേഷൻ നമ്മൾ പുറപ്പെട്ടു. അത്യാവശ്യം നല്ലോണം ആൾക്കാർ കയറാനും ഉണ്ടായിരുന്നു, ഇറങ്ങാനും ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കയറി, സ്ലീപ്പറിലൊക്കെ ഇടിച്ച് കയറിയിട്ടുണ്ട് ആൾക്കാർ. അതായത് റിസർവേഷൻ ആൾക്കാർ കയറി, എല്ലാവരും കയ്യിൽ നല്ലോണം ലഗേജും ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, പ്ലാറ്റ്ഫോമിൽ നിറച്ച് പോലീസുകാരായിരുന്നു അവിടെ. എന്താണ് സംഭവം എന്നറിയില്ല. RPSFകാരും RPFകാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പതുക്കെ മെയിൻ ലൈനിലോട്ട് തിരിച്ചു കയറുകയാണ്. നമുക്കിന്ന് ഇൻട്രസ്റ്റിംഗ് കാണാനുള്ള ഭാഗ്യമുണ്ട്. ഈ റോഡിൻ്റെ 37179. ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ ഇൻട്രസിറ്റി എക്സ്പ്രസ്. അതായിരുന്നു കോയമ്പത്തൂർക്കുള്ള ഇൻട്രസിറ്റി എക്സ്പ്രസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെന്നൈ ഡിവിഷനിലേക്ക് കയറാണ്. വളരെ കുറച്ച് ദൂരം കേട്ടോ. ജസ്റ്റ് കയറി ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ ഡിവിഷനിലോട്ടാവും. ഇപ്പോൾ ഈ ഒരു സ്ട്രെച്ച് മാത്രമേ, ഇവിടം വലിയ ബൈപ്പാസ് ലൈനുള്ള സ്ട്രെച്ച് മാത്രമാണ് ചെന്നൈ ഡിവിഷൻ്റെ കീഴിലുള്ളത്. പിന്നെ പഴയ ജോലാർപേട്ട ലിങ്ക് ക്യാബിൻ, അതിനപ്പുറത്തുള്ള പുതിയ ബിൽഡിംഗ് ആണ് ഇപ്പോഴത്തെ ലിങ്ക് ക്യാബിൻ. ലിങ്ക് ക്യാബിൻ അൺമാൻഡ് ആണ്, മാൻഡ് അല്ല. ഇതിപ്പോൾ ഗാങ്മെൻസ് റെസ്റ്റ് റൂം കണ്ടാണത്. അപ്പോൾ നമ്മൾ മെയിൻ ലൈനിൽ നിന്ന് ഇറങ്ങി ബൈപ്പാസ് ലൈനിലോട്ട് കയറി, ജോലാർപേട്ട ബൈപ്പാസ് ലൈനിലോട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ നാഗർകോവിൽ CSMT ട്രെയിൻ ഉണ്ടല്ലോ, 4 ദിവസമാണ് ഓടുന്നത്. ആ വണ്ടി തിരുപ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് എടുക്കുന്നതിന് നേരെ കണ്ടിന്യൂ ആയിട്ട് കാട്ട്പാടി പോയിട്ട് അവിടുന്ന് ചിറ്റൂർ പാക്കാല പോയിട്ട് പാക്കാല റിവേഴ്സ് ചെയ്തിട്ട് അങ്ങനെ ധർമ്മവരം വന്ന് കയറും. ധർമ്മവരം മുതൽ ആ വണ്ടി നമ്മൾ ഒരേ സ്ലോട്ടിലോടുക. ആ ട്രെയിനും പണ്ട് ഇതേ വഴി കൂടെ ആയിരുന്നു, കൃഷ്ണരാജപുരം വഴി തന്നെയായിരുന്നു. പണ്ടത് കൃഷ്ണരാജപുരം വഴി ആയിരുന്നപ്പോൾ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICF കോച്ചിൽ ഓടുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു 2012 മുമ്പാണ്. അന്ന് ഡീസലിലൊക്കെ ഓടുന്ന കാലമാണ്. അന്ന് അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ വണ്ടി ഇപ്പോൾ LHB ആണ്. കോവിഡ് കഴിഞ്ഞപ്പോൾ റൂട്ട് മാറ്റിയാണ് ഈ പറഞ്ഞ പാക്കാല ധർമ്മവരം വഴിയാക്കിയത്. കൃഷ്ണരാജപുരം വഴി ഇപ്പോൾ പോകുന്നില്ലത്. നമ്മുടെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ കൃഷ്ണരാജപുരം വഴി പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങോട്ട് കയറി നമ്മുടെ ചെന്നൈ ബാംഗ്ലൂർ ചെന്നൈ ലൈനിലോട്ട് നമ്മൾ മാർജ് ചെയ്യാൻ പോയി. ഈ ഒരു ബൈപ്പാസ് ലൈനിന് ഭയങ്കര സ്പീഡ് കുറവാണ്, 15 km/h കണ്ട സ്പീഡ്. നമ്മുടെ എന്താ പറയുക, ഈ റൂട്ടോട് 2 വന്ദേ ഭാരത് പോയിട്ടും ഇതുവരെ സ്പീഡ് ഇൻക്രീസ് ഒന്നും ചെയ്തിട്ടില്ല അവർ. അവിടെ നിന്ന് സഡനായിട്ട് ഒരു ലൈൻ എക്സ്ട്രീം ലെഫ്റ്റോട്ട് വളഞ്ഞു പോകുന്നുണ്ടോ, അത് ജോലാർപേട്ട മറ്റേ ഫ്രൈറ്റ് യാർഡിലോട്ട് പോകുന്ന ലൈനാണ്. ബാക്കി 2 ഇവിടെ പോകുന്നത് നമ്മുടെ ജോലാർപേട്ടയിലോട്ട് പോകുന്നതാണ്, സ്റ്റേഷനിലോട്ട് പോകുന്നതാണ്. ഇത് പഴയ ലിങ്ക് ക്യാബിനാണ്. ഇപ്പോൾ അവിടെ ഇതൊന്നുമില്ല, സ്റ്റാഫൊന്നുമില്ല. അപ്പം നമ്മളങ്ങനെ ബൈപ്പാസ് ലൈൻ ഫുള്ള് കവർ ചെയ്ത് വണ്ടി സ്പീഡ് പിടിച്ചു തുടങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് 130 km/h ടെറിട്ടറിയാണ്. 130 km/h നമ്മൾ പോകുന്നുള്ളത് നമുക്ക് കാണാം. അല്പം മുമ്പിലായിട്ട് നമ്മൾ ഇതിലോട്ട് കയറുകയാണ്, ബാംഗ്ലൂർ ഡിവിഷനിലോട്ട് കയറുകയാണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ.
ഇവിടെ മുതൽ ഈ മഞ്ഞ ബോർഡ് മുതൽ നമ്മൾ ബാംഗ്ലൂർ ഡിവിഷനിലോട്ട് കയറി. നമ്മൾ ബംഗാർപേട്ടിൽ നിന്ന് ബാംഗ്ലൂർ ഘാട്ട് സെക്ഷനിലാണ്. ഈ സെക്ഷൻ മാത്രമായിട്ട് കവർ ചെയ്യാൻ മറ്റൊരു ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം പാർട്ടിമെൻറ്റൊന്നും വന്നാൽ കാണിക്കുന്നു. നമ്മൾ മുളന്നൂർ എത്താറായി, നമ്മളിപ്പോൾ ഘാട്ട് തീരാറായി. പാച്ചൂർ മുളന്നൂർ ഇടയ്ക്കാണ് ഈ ഘാട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ബംഗാർപേട്ട് തിരുപ്പത്തൂർ ബംഗാർപേട്ട് സെക്ഷനിലുള്ള ഘാട്ട് സെക്ഷനിലാണ് നമ്മളിപ്പോൾ. പാച്ചൂരിനും മുളനൂറിനും ഇടയ്ക്കാണ് ഈ ഘാട്ട് കിടക്കുന്നത്. പാച്ചൂർ തമിഴ്നാട്ടിലും മുളനൂർ ആന്ധ്രാപ്രദേശുമാണ്. ഈ സെക്ഷൻ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ മറ്റൊരു ട്രിപ്പ് പിന്നീട് വരാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം ഒരു പാസിംഗ് ഷോട്ട് മതി. നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ലെങ്തായി ഓൾറെഡി. ഇതാ വരുന്നു മറ്റേ ലൈന്. ഇതാണ് ബാംഗ്ലൂർ ചെന്നൈയിലെ ഡൗൺ ലൈന്. ഇവിടെയാണ് മുളനൂർ സ്റ്റേഷൻ വരിക. ഇതാണ് മുളനൂർ. തമിഴ്നാട് ആന്ധ്ര ബോർഡറാണ്. ആന്ധ്രാപ്രദേശാണ് ഈ സ്റ്റേഷൻ ഇരിക്കുന്നത്. കുപ്പം സ്റ്റേഷനുള്ള റൺ ത്രൂ ആണ്. ഒരു റേക്കാണ് ഇന്ന് രാവിലെ നമ്മൾ ക്രോസ് ചെയ്തായിരുന്നു. രണ്ടാമത്തെ റേക്കാണ് ഇപ്പോൾ പോയത്. നമ്മൾ അധികം താമസിച്ചാൽ നമ്മുടെ അടുത്ത സ്റ്റോപ്പായി ബംഗാർപേട്ടിലേക്ക് എത്തും. നമ്മൾ അത്യാവശ്യം ടൈം മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ ബംഗാർപേട്ട് ജംഗ്ഷനിലേക്ക് എത്താണ്. ഇപ്പോൾ സമയം 6:55. 7:11 നമ്മുടെ അടുത്ത് അറൈവൽ ടൈം. അപ്പോൾ നമ്മളൊരു 10-16 മിനിറ്റ് ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. കുറച്ച് നേരം ഇവിടെ കിടക്കും. ജോലാർപേട്ട മെമ്മോ എന്ന് തോന്നുന്നു കിടക്കുന്നത്. ബാംഗ്ലൂർ ജോലാർപേട്ട മെമ്മോ. അപ്പോൾ നമ്മളങ്ങനെ ബംഗാർപേട്ടിലെത്തി. സമയമുണ്ട്. ഞാൻ കുറച്ച് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ചിട്ട് വരട്ടെ. എന്തായാലും സമയമുണ്ടല്ലോ. അപ്പോൾ 7:14 നമ്മൾ ബംഗാർപേട്ടിൽ നിന്ന് എടുത്തു. എനിക്ക് 1 മിനിറ്റ് ലേറ്റ് ആണോ എന്നൊരു സംശയം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കൃഷ്ണരാജപുരത്തേക്ക് എത്തുകയാണ്. ബംഗാർപേട്ട് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് തന്നെ സുഖമായിട്ട് ഫോണിൽ വീഡിയോസൊക്കെ കണ്ട് അവിടെ കിടന്നു.
കൃഷ്ണരാജപുരം കഴിയുമ്പോൾ ഡിന്നർ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഡിന്നർ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. പതിവ് പോലെ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലാണ്. ലെഫ്റ്റ് സൈഡ് ജാം പാക്ഡ് ആണ്. ഞാൻ ഇപ്പുറത്ത് നിന്നതാണ്. പ്ലാറ്റ്ഫോം 2ഉം 3ഉം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏതോ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഉടനെ. കൃഷ്ണരാജപുരത്ത് എപ്പോഴും ഇതാണ് അവസ്ഥ, നല്ല തിരക്കാണ് എപ്പോഴും. അങ്ങനെ തിരക്ക് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത് വളരെ വിരളമായിട്ടാണ്. ഇവിടെ കുറേ പേര് ഇറങ്ങുകയും ചെയ്യും, ഒരുപാട് പേര് കയറുകയും ചെയ്യും. സമയം 8:11, വണ്ടി ലേറ്റാണ്. ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം കൃഷ്ണരാജപുരത്ത്. സ്റ്റാർട്ടർ ആയിട്ടില്ല. ബംഗാർപേട്ടിലേക്കുള്ളൊരു മെമു. ഇത് വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് മെയിൻ ലൈൻ കടക്കണമല്ലോ, നമുക്ക് മെയിൻ ലൈൻ ക്രോസ് ചെയ്ത് കിടക്കണം. അപ്പോൾ ഇവ വന്നാലേ നമുക്ക് ക്ലിയറൻസ് കിട്ടില്ല. ഇപ്പം വന്നു, നമുക്കിപ്പോൾ പറഞ്ഞ ക്ലിയറൻസ് കിട്ടുമായിരിക്കും. NR, ECOR എല്ലാത്തിൻ്റെയും കോച്ച് വന്നതിനകത്ത്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ കൃഷ്ണരാജപുരത്തു നിന്ന് പുറപ്പെട്ടു. സമയം 8:21. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ റൈറ്റിലോട്ട് കയറി നമ്മൾ ബയ്യപ്പനഹള്ളി ബൈപ്പാസ് വഴി കയറി ചന്നസന്ദ്ര പോയി കയറും. നമ്മൾ ഇതുവഴി അങ്ങോട്ട് പോയിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും വരെ റൂഫിങ് വരുന്നുണ്ട്. എൻ്റെ സ്ട്രക്ചറൊന്നും റൂഫ് വന്നിട്ടില്ല. പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവർ. അപ്പോൾ ഡിന്നർ വന്നിട്ടുണ്ട്. ഡിന്നറിന് ചപ്പാത്തിയും കറിയാണ്. പിന്നീട് ഓപ്ഷൻ ബിരിയാണിയാണ്. ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമുള്ള ഐറ്റം അല്ലാത്തതുകൊണ്ട് ബിരിയാണി മേടിക്കാൻ പോയില്ല. ചന്ന ആൻഡ് ഉരുളക്കിഴങ്ങ് കറിയാണെന്നാണ് അവൻ പറഞ്ഞത്. ഇതാണ് സംഭവം. നമ്മുടെ 5 ചപ്പാത്തി ഉണ്ടെന്നാണ്. അപ്പോൾ 5 ലാർജ് സൈസ് ചപ്പാത്തിയാണ്. ഇതാണ് ഡിന്നറിന്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നല്ല ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കൂട്ടാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ചപ്പാത്തി അത്യാവശ്യം സോഫ്റ്റാണ്. ഇത് ലോഡ് ചെയ്താൽ തോന്നുന്നു, വണ്ടിയിൽ നിന്ന് കയറ്റിയതല്ലെന്ന് തോന്നുന്നു. കൂട്ടാൻ കൊള്ളാം. സമയം 8:54. നമ്മൾ യലഹങ്ക സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ സ്റ്റോപ്പില്ല, റൺ ത്രൂ ആയിരിക്കണം ഇത്. ഹാസൻ സോളാപൂർ എക്സ്പ്രസ് ആണ്. ഇത് ആ പ്ലാറ്റ്ഫോമിലാണ് വരും. അവിടെ യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹാസൻ സോളാപൂർ എക്സ്പ്രസ് എന്ന് പറയുന്നത് മറ്റേ നോർത്ത് കർണാടകയിലെ കലബുർഗി അതുപോലെ ആ സൈഡിലോട്ടൊക്കെ പോകുന്ന യാത്രക്കാരെ പ്രിയപ്പെട്ട വണ്ടിയാണ്. ടിക്കറ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് വണ്ടിയിൽ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്കകത്തും ഒരുപാട് യാത്രക്കാർ ആ സൈഡിലേക്കുണ്ട്. കലബുർഗി ആ സൈഡിലേക്ക് ഇറങ്ങാനുള്ള യാത്രക്കാരുണ്ട് നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ വെച്ച് പതുക്കെ ക്ലോസ് ചെയ്യണം ഇന്നത്തെ വിഷ്വൽസ്.
കിടന്ന് ഉറങ്ങണം. സമയം ഇപ്പോൾ 9 നമ്മളിപ്പോഴും യലഹങ്ക നിൽക്കുന്നുള്ളൂ. യലഹങ്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല ഇതുവരെ. എതിരെ വല്ല വണ്ടി വന്ന് ലൈൻ ക്രോസിങ് അങ്ങനെ വല്ലതും ആണോ എന്നറിയില്ല. എന്തായാലും പുറപ്പെട്ടിട്ടില്ല ഇതുവരെ. നമുക്ക് ഓവർടേക്കൊന്നും എൻ്റെ അറിവിലില്ല. അങ്ങനെ വല്ലതും ആണോ എന്നറിയില്ല. കാര്യം ലെഫ്റ്റ് സൈഡിലെ ലൈനിലൊരു ഗുഡ്സ് നിൽക്കുന്നുണ്ട്. അതിന് അപ്പുറത്ത് എന്താ സംഭവിക്കുന്നുള്ള കാണാനും പറ്റുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാട്ട് വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്കിനി ബാക്കി വിഷ്വൽസ് നാളെ രാവിലെ നമുക്ക് കണ്ടിന്യൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഫിനാൻഷ്യൽ സപ്പോർട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ UPI ID നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. So this is Vinay Shankar signing off from Platform 7. See you again in the next part of this video. Until then, bye bye.